Hi guys, I'm Bichu. Welcome back to my channel Retro, directed by Karthik Subbaraj. ട്രെയിലർ കണ്ടപ്പം മനസ്സിലായ പോലെ തന്നെ ഒരു 1990 കാലഘട്ടത്തേക്ക് അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ളൊരു സിനിമ. പിന്നെ ആകെയുള്ളൊരു ഡൗട്ട് ഇതിനകത്ത് ഒരു സൂര്യയാണോ അതോ ഒന്നിൽ കൂടുതൽ സൂര്യ ഉണ്ടോ എന്നുള്ളതായിരുന്നു. സിനിമ തുടക്കം വന്നപ്പോൾ തന്നെ മനസ്സിലായി ഇതിനകത്ത് ഒരു സൂര്യ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു കാര്യം. കാരണം ഈ സിനിമയുടെ സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞാൽ അത്യുഗ്രനായിട്ടായിരിക്കും ബിഗിനിങ് കൊണ്ടുവന്നിരിക്കുന്നത്. തുടക്കം തന്നെ സ്വാസികയ്ക്ക് നല്ലൊരു റോളാണ് ഈ സിനിമയിൽ കിട്ടിയിരിക്കുന്നത്. അവിടെ നിന്ന് പിക്ക് ചെയ്യുന്ന സിനിമ സൂര്യയുടെ ഒരു ചെറുപ്പകാലത്തിലാണ് ആരംഭിക്കുന്നത്. ചെറുപ്പകാലത്തിൽ തന്നെ വൈരാഗ്യ ബുദ്ധിയോടുകൂടി പെരുമാറുന്ന ഒരു വ്യക്തിയായിരിക്കും സൂര്യ. ഒരു ഫാന്റസി വേൾഡിൽ നടക്കുന്ന ഒരു കഥയായിട്ടാണ് എനിക്ക് ഈ സിനിമ ഫീൽ ചെയ്തത്. കാരണം ഇതൊന്നും റിയാലിറ്റിയിൽ ഒരിക്കലും നടക്കാൻ പറ്റുന്ന രീതിയല്ല, അല്ലെങ്കിൽ റിയാലിറ്റി ആയിട്ട് നമുക്ക് ഒരു കാരണവശാലും താരതമ്യം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. തുടക്കം തന്നെ നൈജീരിയക്കാരുടെ അത്യുഗ്ര പ്രകടനങ്ങളാണ് എനിക്ക് കാണാൻ സാധിച്ചത്. നിങ്ങൾ എന്തായാലും ഇതുപോലൊരു സിനിമ എടുക്കുന്നു, അത്യാവശ്യം പൈസ കൊടുത്ത് ഇച്ചിരിയെങ്കിലും നല്ല രീതിയിൽ അഭിനയിക്കാൻ പറ്റുന്ന ഒരാൾക്കാരെ ഇങ്ങനെയുള്ള സിനിമകളിൽ ആദ്യ സീനുകളിലൊക്കെ എടുത്ത് ഇട്ട് കഴിഞ്ഞാൽ കാണുമ്പോൾ നമുക്ക് ഈ സിനിമയുടെ ഒരു സ്റ്റാൻഡേർഡ് മനസ്സിലാവും. സിനിമയിലെ നായകൻ നമുക്കറിയാമല്ലോ, സൂര്യ. സിനിമയുടെ ഫസ്റ്റ് ഹാഫ്, സെക്കൻഡ് ഹാഫ് ഇതാണ് ഈ സിനിമ നിയന്ത്രിക്കുന്നത്. ഇതിനെ ബേസ് ചെയ്താണ് ഈ കഥ മുന്നോട്ട് പോകുന്നത്. ഒരു ഗോൾഡ് ഫിഷിനെ തപ്പി നടക്കുന്ന ഒരുപാട് ഗുണ്ടകളും ഗുണ്ടക്കിടയിലെ നായകനും, അതാണ് ഈ സിനിമയുടെ അവസാനത്തേക്ക് നമുക്ക് മനസ്സിലാവുന്നത്. ഈ സിനിമ അവസാനിക്കുമ്പോഴത്തേക്കിന് തിയേറ്ററിൽ നിന്നും ഇങ്ങനെ ചിരിക്കാതെ ആരും ഇറങ്ങത്തില്ല. കാരണം ക്ലൈമാക്സിൽ ചിരി കൊണ്ടുവരാനായിട്ട് അവർ അത്യുഗ്രമായി ശ്രമിച്ചിട്ടുണ്ട്. ആര് മുഖാന്തരമാണ് ശ്രമിച്ചതെന്ന് ചോദിച്ചാൽ നമ്മുടെ എല്ലാമായ പക്ഷേ ഇപ്പം നമ്മുടെ ഈ നാട്ടിൽ കാണാൻ കഴിയാത്ത ജയറാം എന്ന് പറഞ്ഞൊരു വ്യക്തിയെ കൊണ്ടാണ് അവർ ചിരി അവരുടെ നാട്ടിൽ കൊണ്ടുപോയി ഉളവാക്കിയെടുത്തിരിക്കുന്നത്. പിന്നെ ജോജു ജോർജ് ഈ സിനിമയിലുണ്ടല്ലോ, വളരെ കേന്ദ്ര കഥാപാത്രമാണ് പുള്ളിക്കാരനും ഈ സിനിമയിൽ ചെയ്തിരിക്കുന്നത്. 24 മണിക്കൂറും കക്ഷത്തിനിടയിൽ 10 ഇഷ്ടിക എടുത്ത് വെച്ചുകൊണ്ടായിരിക്കും നടക്കുന്നത്. ഇങ്ങനെയായിരിക്കും നടക്കുന്നത്. ആ ബിഗ് സ്ക്രീനിനകത്ത് പകുതി മൊത്തം പുള്ളിയായിരുന്നു. ഇങ്ങനെ ഒന്ന് നടന്നു കഴിഞ്ഞാൽ ആ ഒരു സെറ്റപ്പിനകത്തൊന്നും ഒരു മാറ്റവും ഇല്ല. ഒരു മതവിളകി വന്ന് നിൽക്കുന്ന ആന, അങ്ങനെ തന്നെ പറയാൻ പറ്റും. അങ്ങനെ ആയിരിക്കും ഫുൾ ടൈം നടക്കുന്നത്. പിന്നെ ഇവരുടെ കോസ്റ്റ്യൂം, ഇവരുടെ ഡ്രസ്സിങ് സ്റ്റൈല്, അവരുടെ ഒരു ആക്ഷനും ഒക്കെ അതിഗംഭീരം. ഈ സിനിമയിലും ചില സിനിമകളെ അനുസ്മരിപ്പിക്കുന്ന രീതി പോലെ, ഉദാഹരണം മാർക്കോ എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഈ കട്ടില്ലാത്ത സ്റ്റണ്ട് ഉണ്ടല്ലോ, അതായത് ഒരു ഫുൾ ലെങ്ത് സ്റ്റണ്ട് അങ്ങ് നീണ്ടു പോകുന്ന അങ്ങനെ ഒരു സ്റ്റണ്ടൊക്കെ ഇതിനകത്തുണ്ട്. പക്ഷേ അതിനകത്ത് ഒന്നിലധികം പാളിച്ചകൾ എനിക്ക് കാണാൻ സാധിച്ചു. അതായത് ഈ ഓടി വന്നവരും ചാടി വന്നവരെല്ലാം നിന്നിടിവേടിക്കാനായിട്ട് നിൽക്കുന്ന രീതിയിലുള്ള പല പ്രകടനങ്ങളും ഉണ്ട്. ഒന്നെങ്കിൽ ചിലപ്പോൾ അവരുടെ എക്സ്പീരിയൻസ് ഉണ്ടായതുകൊണ്ടായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഈ ആക്ഷനകത്ത് എനിക്ക് തോന്നിയത് ഇവർക്ക് ഈ സ്ലോ മോഷൻ വളരെയധികം കുറവായിരുന്നു. അങ്ങനെയുള്ള ആക്ഷനകത്ത് എല്ലാം റിയാലിറ്റി ആയിട്ട് ഇടി പോലെ ആയിരുന്നു. പക്ഷേ നമ്മൾ ഈ ജാക്കി ചാനും ബ്രൂസിലിയൊക്കെ ഇതുപോലുള്ള ഈ സ്റ്റണ്ടുകളൊക്കെ കണ്ടിട്ട് നമുക്ക് ഇതിലോട്ട് വരുമ്പോഴത്തേക്കിന് ആ അനായാസമായിട്ട് ചെയ്യുന്നത് ഫീൽ ചെയ്യുന്നില്ല, ഒരു സിനിമാറ്റിക് ആയിട്ട് ഫീൽ ചെയ്യുന്നതായിട്ടാണ് പല കാര്യങ്ങളും ഫീൽ ചെയ്തത്. പിന്നെ സൂര്യയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡ്രസ്സിങ്, അദ്ദേഹത്തിൻ്റെ ആക്ഷൻ, അദ്ദേഹത്തിൻ്റെ പ്രണയം, ഇതെല്ലാം അതിഗംഭീരമായിട്ടാണ് പോകുന്നത്. പക്ഷേ പണ്ടത്തെ പോലൊരു എനർജി ഇല്ല. ആ ഒരു ഇടിക്കാണെങ്കിലും ആട്ടത്തിനാണെങ്കിലും പണ്ടത്തെ പോലെ ഒരു ഫീൽ, അങ്ങോട്ട് ഒരു ഗുഡ് ഫീൽ, അല്ലെങ്കിൽ ആ ഒരു ഇത് കണ്ടു കഴിഞ്ഞാൽ അണ്ണം പൊളിയാ അങ്ങനെ തോന്നുന്ന ഒരു ഫീൽ, ഒരു ഇമ്പാക്റ്റ് ഇരിക്കുന്ന വ്യക്തികൾക്കിടയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചില്ല. ഒരുപാട് പേര് തിയേറ്ററിൽ ഇരുന്നുകൊണ്ട് അങ്ങോട്ട് നോക്കി തിരിച്ച് ചിരിക്കുന്നുണ്ടായത്. എന്തിനാ ചിരിക്കുന്നത് ചോദിച്ചാൽ എനിക്കറിയത്തില്ല അവരെന്തിനാ ചിരിച്ചതെന്ന്. തമാശ നടന്നു ചോദിച്ചാൽ അവിടെ തമാശ ഇല്ല. പക്ഷെ തമാശ കൊണ്ടുവരാനാണ് സിനിമാക്കാർ ശ്രമിച്ചത്. അത് ചിലപ്പം നേരത്തെ മുൻകൂട്ടി കണ്ട ഏതെങ്കിലും സൂര്യ ആരാധകരായിരിക്കും തിയേറ്ററിനകത്തിരുന്ന് ചിരിച്ചത് എന്ന് മാത്രമേ ഞാൻ അന്നേരം ആലോചിച്ചുള്ളൂ ഈ സിനിമയെക്കുറിച്ച്. പിന്നെ ജയറാമേട്ടനെ കുറിച്ച് പറയുവാണെങ്കിൽ, ഞാൻ കുറച്ചധികം അന്യ ഭാഷകളിലുള്ള അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ കണ്ട വ്യക്തി എന്ന നിലയിൽ പറയാം, ഈ സിനിമയിൽ അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത് വളരെ വ്യത്യസ്തമായ നല്ലൊരു വേഷം തന്നെയാണ്. കാരണം ഈ സിനിമയിൽ നമുക്കൊരല്പമെങ്കിലും ചിരി കൊണ്ടുവരാനും അല്പമെങ്കിലും ഈ സിനിമയെ അനായാസമായിട്ട് പല കാര്യങ്ങൾ കൊണ്ടുപോകാനായിട്ടും ശ്രമിച്ചിട്ടുള്ള ഏക വ്യക്തി ഈ ഒരാളായിരിക്കും. അതായത് ഒരു തമിഴ് മലയാളം കലർന്നിട്ടുള്ള ഒരു സംസാരമാണ് ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യുന്നത്. പിന്നെ കൊലപാതകങ്ങളൊക്കെ ഈ സിനിമ ഇഷ്ടം പോലെ നടക്കുന്നുണ്ട്. എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നതെന്ന് എനിക്ക് പോലും മനസ്സിലായില്ല. എന്നാൽ ഇതൊരു സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുള്ള സിനിമയാണെന്ന് ചോദിച്ചാൽ അതുമല്ല. പക്ഷേ ഇതിനകത്ത് ഇഷ്ടം പോലെ ചോരക്കളികളും മുതലൊക്കെ തിന്നാൻ കൊടുക്കുന്നു. നമ്മളൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ മുതല കുഞ്ഞുങ്ങൾക്ക് ഇട്ട് കൊടുക്കൂ എന്ന് പറയുന്ന സംഭവങ്ങളില്ലേ, ആ സംഭവങ്ങൾ അത് കേട്ടിട്ട് ആ കഥയെ അവർ 2025 ക്രിയേറ്റ് ചെയ്തെടുത്തിരിക്കുന്നു. അതും സിനിമ നടൻ സൂര്യ വെച്ചുകൊണ്ട്. സൂര്യയുടെ കുറച്ചധികം ഡ്രസ്സിങ് സെൻസും കാര്യങ്ങളൊക്കെ ഒരു ട്രെൻഡ് സെറ്ററായിട്ട് തന്നെ കൊണ്ടുവരാനുള്ള ശ്രമം കാര്യങ്ങളൊക്കെ ഉണ്ട്. സൂര്യയുടെ നായികയെ സംബന്ധിച്ച് ഭയങ്കര ദുരിതം പിടിച്ചൊരു പെൺകുട്ടിയായിട്ടാണ് എനിക്ക് തോന്നിയത്. അമ്മ പോയി, അത് കഴിഞ്ഞ് അമ്മയുടെ ശവത്തിന് ഇവൻ തീ കൊളുത്തി, അത് കഴിഞ്ഞിട്ട് അച്ഛൻ ഇങ്ങനെ നടന്ന്, അച്ഛൻ പോയി, അങ്ങനെ ആരുമില്ല. പുള്ളിക്കാർ പക്ഷേ വെറ്റിനറി ഡോക്ടറാണ്. പുള്ളിക്കാരത്തേക്ക് കല്യാണം ആദ്യം മുടങ്ങി,
പിന്നെ രണ്ടാമത് പിന്നെ കല്യാണം കഴിക്കുന്നു. കഷ്ടപ്പാടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെണ്ണിനൊരു ജീവിതം മടുക്കാനായിട്ട് ഇതിൽ കൂടുതൽ കാരണങ്ങൾ വേണ്ട. അത്രയും മടുത്തിട്ട് ആ മടുപ്പൊന്നും ആ പെൺകുട്ടിയുടെ മുഖത്തോ അഭിനയത്തിലൊന്നും ഫീൽ ചെയ്യുന്നില്ല. ഫുൾ ടൈം നല്ല ഗ്ലോറിയസ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അതൊക്കെ എന്തായാലും ചിലപ്പം ഈ സംവിധായകന്റെ ഒരു ഐഡിയ പൂർവ്വമുള്ള പല കാര്യങ്ങളായിരിക്കും ആ സിനിമയിൽ ഇംപ്ലിമെന്റ് ചെയ്തത്. ഇതിനകത്ത് ഏറ്റവും നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയ കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്ത് ബാക്ക്ഗ്രൗണ്ട് സ്കോറും അല്ല അന്യായ സാധനം ഉണ്ടല്ലോ. ആ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ കേട്ട് കഴിഞ്ഞാണല്ലോ ചത്തി കിടക്കുന്ന ശവം എഴുന്നിട്ടൊന്ന് കളിക്കും. ആ ഐറ്റങ്ങൾ നല്ല മരണ വീട്ടിലൊക്കെ തമിഴിൽ ഏറ്റവും തുള്ളുമല്ലോ ഇങ്ങനെ അങ്ങനത്തെ സാധനങ്ങൾ നല്ല നല്ല അടിപൊളി സാധനമാണ്. ഞാൻ 3-4 സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബോറടിക്കുമ്പോൾ ഇത് കേൾക്കാനായിട്ട് നല്ല കാറിനകത്തൊക്കെ ഇട്ട് കേൾക്കാം. നല്ല സെറ്റ് സാധനങ്ങൾ ചുമ്മാ ഒന്ന് ഇട്ടാൽ നമ്മൾ എഴുന്നേറ്റ് തുള്ളും. അങ്ങനത്തെ ഐറ്റങ്ങൾ. ഈ മ്യൂസിക്കിനിടയിലുള്ള സ്റ്റണ്ട്, ആ സ്റ്റണ്ടിൽ നിന്ന് വീണ്ടും മ്യൂസിക്കിലേക്ക് കറങ്ങി വരുന്നു. ആ മ്യൂസിക്കിൽ നിന്നും പശ്ചാത്തലം മാറുമ്പോൾ ഫീലിങ്സ് മാറുമ്പോൾ വേറൊരു മ്യൂസിക്കിലേക്ക് കയറിയിട്ട് ആ മ്യൂസിക്കിൽ നിന്ന് വീണ്ടും ചാടി ഇപ്പുറത്തെ മ്യൂസിക്കിലേക്ക് ഒരു സ്റ്റണ്ടിലേക്ക് കയറി വരും. അതൊക്കെ ഭയങ്കര പരിപാടിയാണ്. ഉദ്ദേശിച്ചത് ഭയങ്കര പരിപാടിയാണ്. പക്ഷെ റിയാലിറ്റിയിലേക്ക് കൊണ്ടെത്തിച്ചപ്പോഴത്തേക്കിന് ആ ഒരു നിങ്ങൾ ഉദ്ദേശിച്ച ഇമ്പാക്റ്റ് ഉണ്ടല്ലോ, അതായത് നിങ്ങൾ ആ സിനിമ എടുക്കാൻ നേരം നിങ്ങൾ ചിലപ്പോൾ ഉദ്ദേശിച്ചൊരു ഇമ്പാക്റ്റ് തിയേറ്ററിനുള്ളൊരു എഫക്റ്റ് ആയിരിക്കും. കാണുന്ന വ്യക്തികൾക്ക് ഉണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റ്, ഒരു എഫക്റ്റ് ഉണ്ടല്ലോ. ആ ഒരു എഫക്റ്റ് എൻ്റെ കൂടെ ഇരുന്ന് കണ്ടവർക്കോ എനിക്കോ മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ തോന്നിയിട്ടില്ല. സിനിമയുടെ പല ഭാഗങ്ങളിലും നല്ല രീതിയിലുള്ള ലാഗുകൾ കാണാനായിട്ട് എനിക്ക് സാധിച്ചു. ഞാൻ പലപ്പോഴും മൊബൈൽ എടുത്ത് കുത്തിക്കൊണ്ട് തന്നെ ഇരുന്നു. ചില സമയങ്ങളിൽ അരോചകമായിട്ട് തോന്നിയ ചില സ്റ്റണ്ടുകളൊക്കെ ഉണ്ട്. അതായത് റിപ്പീറ്റേഷൻ സ്റ്റണ്ടുകളുടെ ഒരു കൂട്ടം വന്നപ്പോഴത്തേന് തോന്നി സൂര്യ ഒന്ന് നന്നാവും, പിന്നെ ചീത്തയാവും, പിന്നെ നന്നാവും, പിന്നെ ചീത്തയാവും, പിന്നെ നന്നാവും, പിന്നെ ചീത്തയാവും. നമ്മുടെ ഇവിടെയൊക്കെ ഒരു തവണ ചീത്തയാവും, ഒരു തവണ നന്നാവും, അപ്പോൾ തന്നെ സിനിമ തീരും. ഈ 6 തവണ നന്നാവും, 6 തവണ ചീത്തയാകുമ്പോഴത്തേക്കിന് കണ്ടോണ്ടിരിക്കുന്ന ഞങ്ങൾ വിചാരിക്കും ഞാൻ ചുമ്മാ വേടാ, അങ്ങനെയൊക്കെ തോന്നിപ്പോ. എനിക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പം അങ്ങനെയാണ് സിനിമ. പിന്നെ ഈ സിനിമയുടെ അവസാന നിമിഷങ്ങളിലേക്ക് എത്തുമ്പോഴത്തേക്കിന് എല്ലാ തമിഴ് സിനിമയിലും കാണുന്നത് പോലെ തന്നെ നീങ്കതാം കടവുൾ, നീങ്കതാം വർണ്ണം, അന്ത 7 അറിവില് നാം പാക്കലയാ, അന്ത ബോധിധർമ്മൻ, അന്ത മാതിരി വേലയ്യ എം മുറുകയ്യ ഇങ്ങ വന്താച്ച്. അതാണ് സംഭവം. സിനിമ എല്ലാവരുടെയും ഇഷ്ടപ്പെട്ട ഒരു സിനിമ ആവുമെന്ന് ചോദിച്ചാൽ ഇല്ല. സൂര്യയെ അതികഠിനമായിട്ട് ആഗ്രഹിക്കുകയും അല്ലെങ്കിൽ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ഒരു സിനിമ വലിയൊരു ഇമ്പാക്റ്റ് ആയിരിക്കും കൊടുക്കുന്നത്. അല്ലാത്ത പക്ഷം വലിയൊരു കഥയും അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള സ്റ്റോറി, അതായത് സിനിമ ഒരു അയൺ അങ്ങനെ പോലുള്ള ഒരു സിനിമയൊക്കെ പ്രതീക്ഷിച്ച് നിങ്ങൾ ചെല്ലുവാണെന്നുണ്ടെങ്കിൽ ഗോവിന്ദച്ചാമിയുടെ മൂട്ടിൽ അമിട്ട് വെച്ച് പൊപ്പിച്ച പോലെ ആയിരിക്കും. നിങ്ങൾ പോയി കാണുക. കണ്ട് അഭിപ്രായം വന്ന് കമന്റ് ബോക്സിന് താഴെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക.